ചെയ്യണമേ. എന്റെ കർത്താവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവുകൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാതനകൾ നൽകുന്നവരെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാതനകൾ നൽകിയിടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധരൂപയ്ക്കും സ്തുതി. ആദിമുതൽക്ക് പ്രാർത്ഥനയാമേ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ, 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവരായിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നവരുടെ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ലോകത്തിലെ വിശുദ്ധനാകുന്നു, ലോകത്തിലെ വിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ലോകത്തിലെ വിശുദ്ധനാകുന്നു, ലോകത്തിലെ വിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ലോകത്തിലെ വിശുദ്ധനാകുന്നു, ലോകത്തിലെ വിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, വേണ്ടായ്മകൾ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവിയായ അടിയാരുടെ കൃപയ്ക്ക് രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം സ്ഥാപിക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിലെ പ്രവേശിക്കരുതേ. ഞങ്ങളെയോ ദുഷ്ടതയിൽ രക്ഷിക്കണമേ. ആരാധ്യ ശക്തിയും മഹത്വവും ദൈവനാമവും ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിന്റെ സ്തുതിയെ ആസ്പദമാക്കി ദൈവമായ Barakmosh Bahola Bulabrol Ruho Kadis ദൈവമായ കർത്താവിന്റെ ദർപ്പസമാധാനം പവനത്തിൽ വസിപ്പിക്കണമേ. വസിക്കുന്ന ദാസനെ കൃപയുടെ കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവിനെ ആദ്യ മനുഷ്യനാണ് പെണ്ണുമായ സൃഷ്ടി ഉണ്ടാക്കിയവരിൽ ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചും നീയാവുന്നു. ദൈവമായ കർത്താവിന് വിവാഹോദാശിയുടെ ഒന്നായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചിറങ്ങുന്നതായ നിന്റെ മക്കളെ അവിടുന്ന് കൃപയുടെ അനുഗ്രഹിക്കണമേ. വിവാഹോദാശയദാസമയം നിന്റെ കൃപയാൽ പൂർത്തീകരിക്കപ്പെടുവാനും നിന്റെ മക്കൾ ദൈവിക കൃപയാൽ ഒന്നായി തീരുവാനും അനുഗ്രഹീതമായ കുടുംബജീവിതത്തിൽ നയിക്കുവാനും അവിടുന്ന് സംഗതിയാക്കണമേ. ഇവരുടെ ഭവനമായ വിവാഹ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന എല്ലാ പൈശാചിക ഉപദ്രവങ്ങളെയും ദുഷ്ടമനുഷ്യരുടെ ദൃഷ്ടികളെ ഇവരെ നീക്കണമേ. സമാധാനം സന്തോഷം ഇവർക്ക് നൽകണമേ. ദൈവമായ കർത്താവേ, അബ്രഹാമിന്റെ പുത്രനായ ഇസ്ഹാക്കിനെ പറ്റിയ തുണയെ കണ്ടെത്തുവാൻ തക്കവണ്ണം അബ്രഹാം തന്റെ കാലം സ്നേഹിക്കുകയും നീ അവനെ വഴി നടത്തുകയും ചെയ്തു. നാഥ, ഇന്ന് ആലോചന പൂർത്തിയായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുക്കുന്നതിന്റെ മക്കളെ അവിടുന്ന് കൃപയുടെ അനുഗ്രഹിക്കണമേ. പരസ്പരം സ്നേഹിക്കുന്നവരും ഭാരങ്ങളെ ചുമക്കുന്നവരും നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരുമായി തീരുവാൻ അവിടുന്ന് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെയും ക്ഷണിച്ചവരെയും നീ കൃപയുടെ അനുഗ്രഹിക്കണമേ. നാഥ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദാസനെ കൃപയുടെ കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഇവിടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിയുടെ സ്വർഗ്ഗീയോർച്ചയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ ഓരോന്നാണ് നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാണ് എപ്പോഴും എന്നേക്കും തന്നെ. പുത്രന്റെ കൃപയും പൂർണ്ണവും പരിപൂർണമാക്കുന്നതായ പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സവാസവും ഞങ്ങളെല്ലാവരുടെയും ഇപ്പോൾ നടക്കുന്ന വിവാഹോദാശയുടെ അനുഗ്രഹകരമായ നടത്തിപ്പിനോടും ഈ പ്രിയപുത്രനോടും അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പുത്രിയോടും താഴെ ഈ രണ്ട് കുടുംബങ്ങളുടെയും നല്ലതായ അനുഗ്രഹീതമായ ചർച്ചകളോടും ഇവരുടെ ജീവിത വിജയ സാഹചര്യങ്ങളോടുകൂടിയും ഞങ്ങളെല്ലാവരുടെ ഇന്നും നാളുണ്ടായിരിക്കുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിനാൽ അനുഗ്രഹീതരെ, നമ്മൾ ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നത് സ്നേഹം നിറഞ്ഞ സ്റ്റെർലിൻ്റെയും ഏഞ്ചലിയുടെയും വിവാഹ കുദാശയിൽ സംബന്ധിക്കുവാനാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സൈച്ചാൻ്റെയും അതോടൊപ്പം തന്നെ മാസിയങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ഉത്തരവാദിത്തം, കർത്തവ്യം. അത് പുരോഹിതന്മാരിവിടെ പ്രാർത്ഥനകൾ ലീഡ് ചെയ്യുമ്പോൾ അവരോടൊപ്പം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളെ ദൈവം ഇന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന, വരമേൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഈ കുദാശയുടെ ആദ്യാവസാനം ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും ഈ ദേവാലയത്തിനകത്ത് ഉണ്ടാകുവാൻ ഇടയാകരുത് എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് COVID-19 പ്രോട്ടോകോൾ നിലനിൽക്കുന്നതായ സമയത്ത് നാം സുരക്ഷിതരായിരിക്കുകയും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കുവാൻ നമ്മൾ കാരണമാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ദയവായി മാസ്ക് ധരിക്കുവാനും അതോടൊപ്പം തന്നെ സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദേവാലയത്തിനകത്ത് നിൽക്കുവാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അകത്ത് നിൽക്കാം. അതോടൊപ്പം തന്നെ ഇരുവശങ്ങളിൽ സ്ഥലമുണ്ട്, അവിടെയും നിങ്ങൾക്ക് നിൽക്കാം. ശേഷമുള്ള ആൾക്കാർക്ക് ഇവിടെ ഓഡിറ്റോറിയത്തിലേക്കുള്ള വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഈ കുദാശ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കാണുവാനുള്ള സൗകര്യം ഉണ്ട്. അവിടെ ഇത്രയും ചൂടില്ല. ഭദ്രാസനത്തിൻ്റെ അഭിമന്യായ യോഹന്നാൻ മാർ തിരുമേനിയും അതോടൊപ്പം തന്നെ മൈലാപ്പൂർ ഭദ്രാസനത്തിൻ്റെ ഐസക് മാർ ഉസ്താദ്യോസ് മെത്രാപ്പൊലീത്ത അദ്ദേഹം മനസ്സുകൊണ്ടും ആണ് അഭിമന്യ പിതാക്കന്മാരെ ഇടവകയിലേക്ക് കുടുംബത്തിന് വേണ്ടി വിനയത്തോടെ സ്വാഗതം ചെയ്യും. ദേവാലയത്തിൽ പ്രധാന വാതിലിൽ അവിടെ നിന്നുകൊണ്ട് എടുക്കുന്നതിനുള്ള ക്രമീകരണമായിരിക്കണം. ദയവായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഇതിനോട് സഹകരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിവാഹ കുദാശ ആശീർവദിക്കുന്നതിനായിട്ട് അഭിമന്യ പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുദാശ ആരംഭിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനോൻ നീ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ വന്നൊരുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളവരെ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളായ കരുണാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ വിശുദ്ധമാക്കപ്പെടണമേ.
ദൈവമേ നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രതിഫലം തരണമേ. ഞങ്ങളുടെ കാരുണ്യം പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഗർഭമായ നമ്മുടെ കർത്താവേ ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ ഭർത്തറിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും ണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് കൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ബഹുത്തുമ്പോൾ നീ പാപങ്ങളെ മായിച്ചു കളയണമേ. പറക്കുമ്പോൾ എന്റെ അന്യായത്തിൽ നന്നായി എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ മുമ്പിൽ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തെ നീതിയിരിക്കപ്പെടുകയും നിന്റെ വിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്നാൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളെ എന്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാലും നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം കൊണ്ട് എന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. സന്തോഷം തന്നെ തൃപ്തിയാക്കണമേ. സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ തിരുവന്തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ച്ചുകളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് തള്ളിക്കളതെ എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. അപ്പോൾ ഞാൻ നിന്നോടൊപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാമം നിന്റെ നീതിയെ സ്തുതിക്കും കർത്താവേ. എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമനൊഴിഞ്ഞില്ല. ദൈവത്തിന്റെ ബലികൾ കാണുള്ള ആത്മാവാകുന്നു. ദൈവം ദർശിക്കുന്നില്ല. എന്റെ ഇഷ്ടത്താൽ സ്ത്രീകളോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാഴ്ചകൾ ബലിയായി കയറും. ദൈവമേ, പരിപാലിക്കും
പാവന തനുരുതിരങ്ങൾ കൈകൊണ്ടാടവളും മോതിരമതിര കൊലരീന്നും കാമാ രക്ഷിതയാൽ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നീളട്ടെ മാറിക്കുമോ നോലം വാഗാമല്ലോ ഞങ്ങൾ നീരാമേ മാധവർ വന്ദേശ വാഴ്ത്തി പാടുന്ന രഹസ്യം സംഭോജ്യം താരാ നജരൂഹ കുറിയോറാഹി മലൈനുവാദാരേ ബാറക്കുമോ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും അത് മുഖാന്തരം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷത്തോടെ അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ളതായ ഐകമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുകൂല സുബാനിലവന്മേ. മൊഴിമാനസമേ ഹല്ലേലൂയ സേവിക്കും ഞാൻ അരജനയൻ പുരശയും വർഷിച്ചാൽ കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാർക്കുമോ. നോലം വാദാമലോലം ഉൾവീനാമേ ഉപമകളാൽ ശ്രീമോചം ചന്ദാരേവം ചാരുമുഖേ ആരംഭേ ശാന്തിത്യം പ്രിയദേവൻ എന്നാഥൻ പതിനായിരവതിലൊക്കമരാ എന്തൂഗാവാ ഇസ്രായേ ശുഭ്രന്യാക്കോബിന്നതയിൽ നദി തൈലത്തിൽ മൃദുലന്നവരോ കാരികിരൽ പാതിരിവൻ ദൈവസനൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിടുന്നു. സൗമികാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കരുണാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ബാറക്കുമോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക്
എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാവുന്നു. പാർക്കുമോർ കുൽഹൂൻ യൗമോ സദഹായാൻ പാർക്കുമോർ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഓർമ്മയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാവുന്നു. തൻ്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കിയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. അങ്ങയുടെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകിയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മൗത്തവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹം നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനം സമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ അങ്ങ് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഹങ്കമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാം തൃപ്തി വരാതെ വിധം ഇടപെടാൻ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഓശോ വഖുല സുബാൻ നൽമി Barakor menaluhun kabil khusoy dhahabe Vishukun odatohi batrayhun Walmelolem walmin Amin. Padihridaya parikavana sabai Manor kadam
തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥ മുഖാന്തരം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യങ്ങളിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലം സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരുമായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കയായുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹ സമ്പൂർണമായ വലതു തൃക്കരം അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ സ്ലീഹന്മാർ നിന്നപോലെ ഈ വന്യപിതാവിന്റെ തൃക്കരങ്ങളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷേകത്തിന് മുഖാന്തരം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയിൽ ഇവരെ അലങ്കരിക്കുകയും ഇനേത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഈ മക്കളെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയിൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലികളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന അങ്ങയുടെ ദാസരാകുന്ന അടിയങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുമാറാകണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകുമാറാകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്വിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നിന്റെ വിജയശ്ലീബായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഞങ്ങൾ എല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ.
സദയം തിരുസഭയാ നീന അത്യുന്നതരുടെ മരണം വാട്ടി പാവന സഭ സുന്ദരിക്കുന്നു ഇൻവരവേവൻ യാവന്യ വന്ദിക്കുന്നേ വന്ദിന്നേ വീട്ടൊരു മണവാളൻ തന്നെ പ്രിയനെന്നെ വീട്ടൊരു നാളിൽ സത്വരമുന്നതിനാ പൂർണ്ണ സൃഷ്ടികളതിരതിശയമാനു മഹിമയണിഞ്ഞോ ഞാനന്യ ഇന്നേ മാമോദീസായ ആത്മീയായുധമവളെ ഈശ വിരലിന്റെ മേലെ തിങ്കൾ മോതിരമായ സ്വാഗതമോ തന്നേ താനനികേതം ഞാൻ പോകെ വീട്ടിടാം ഞാൻ റോഹായി മുറിയുറായി മരുമതാറേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങിയിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായിട്ട് അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവാരാവും പോലെ നിങ്ങളോട് സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നവൻ്റെ സൈന്യങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളാരോട് രാജാവേ സ്തുതി പാടുന്നു. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രക്ഷ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പുനരുദ്ധരണമേ. ഞങ്ങളുടെ കാരുടെ പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷപ്പെടണമേ. നിങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ. ദൈവമായ കർത്താവേ അനശ്വരമായ ഒരു ദിനോടില്ലാത്തവർക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോട് നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ കൂലിസ്വാൻ ലവൽമേ. ുടാകാ
വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടവരെ നിറയ്ക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിയപ്പെട്ടതെല്ലാം അഴിയപ്പെട്ടും ബന്ധിതമായിരിക്കുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടെയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബറക്കുമോ ബുക്കുലഹുന്യവുമോ സ്വതഹായ ലോൽബി ബറക്കുമോർ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിൽ ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെ നിന്റെ ആത്മീയ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കുമാറാകണമേ.
കർത്താവേ, ഞങ്ങൾ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായി ഞങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യ പ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ഹോശോ വബകുലസ്മാൻ ലോൽമിൻ ബറഖുമോ നനോഹന കാവേൽ ഹൂസോയ ദഹോവേ വൽശുബുകോനോ ദാതോഹി പത്രായി ഹൂനൽ മെലോലം മുൽമി പോലെ പ്രോവൽ റോഹോ കാദീശോ സഭയോടുന്നേ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു. വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പൂകേട ബന്ധിച്ചവയാ അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാട്ടാം താദസുനാമനറുമായ ഏകത്വം മഹിമേഴും മണവാട്ടി സമം മതി മേകുന്നി ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മുറിയുറാഹിമലിനു അദാരേ ബാറക്മോർ കൊത്രേ പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരം വീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ച് വണങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലുത്ത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായേ ബാറക്മോ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവേൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടും വണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായി സ്വകീയാക്കുവാനുമായിട്ട് സഭയ്ക്കായി മശിഹാ സപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നതുപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസസംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. ആമിനാഹായി ബാറക്മോ
sono sus nishmalis verso mene hayos lalo hud bemen ginion kanishu moran ishmishihu miskrivana Barak Mor Shlomo lekul kol. അവിടുത്തെ ആത്മാവുകളുടെ ദൈവമായ താങ്കളെ യോഗ്യരായി തീർക്കുമാറാകട്ടെ. Evangelion kadishon moranis mishiho korusos magionisomen matai shliho magrusono magrusahayo furkono levalmo. വന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയായതിനെ സ്ത്രീകളും നാം എല്ലാവരും തന്നെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷം യേശുദമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യോർദാന്റെ മറുകരയിൽ യഹൂദിയുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രേഷ്യന്മാർ അടുത്തിന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവരെല്ലാവരും ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്നേഹിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. ബാറക് മോർ ശൈനോ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തുമഭവൻ ഭദ്രാസനത്തിൻ്റെ അഭിമന്യ പിതാവായ യൂഹാനോന്മാർ മിലിത്തിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് എത്രയും മന്നിയ ഗോറപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, വിശുദ്ധ ബലിപീഠത്തെ സാക്ഷ്യമാക്കിക്കൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റെർലിൻ, ഏഞ്ചലിൻ, അവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ക്ഷണിക്കപ്പെട്ട് അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന ഏവരുമേ, ഇന്നത്തേക്കും സമർപ്പണത്തോടുകൂടി ഇവർക്ക് പ്രവേശിക്കുവാനുള്ള വലിയ കൃപയും ഭാഗ്യവും ലഭിക്കണം. പ്രിയപ്പെട്ട സ്റ്റെർലിൻ, ഏഞ്ചലിൻ, നിങ്ങൾ ഇന്ന് ഈ കാണുന്നതായ നിലയിലേക്ക് ഉയരുവാനും വളരുവാനും നിങ്ങളുടെ ജീവിതത്തിൽ പലരും ഏറെ ത്യാഗം സഹിച്ചു. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പലരും അല്പമായും അധികമായും നിങ്ങളുടെ ഇന്ന് ഈ കാണുന്ന ഉയർച്ചയ്ക്ക് വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നവൻ ദൈവമാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് പലരെയും ഉപയോഗിച്ചവൻ ദൈവമാണ്. ആ വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കൂദാശയിൽ നിങ്ങളിന്ന് പങ്കുകാരാകുമ്പോൾ
നിശ്ചയമായും ദൈവത്തിൻ്റെ വലിയ ഒരു നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രകാരം ഒരു അവസരം തന്ന് അനുഗ്രഹിച്ച അഭിനന്ദനായ തിരുമേനിയോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാട്ടിയുടെ ശിരസിൽ ഹസ്തിയോ ചൂടിക്കുന്നു.
നീതിയും കിരീടവും അക്ഷയ ഭംഗിയുമുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാവുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ ബകുലസ്ബാൻ ലോൽമേ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശീഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശീഹ തൻ്റെ സഭയെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിലും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാക്കന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവിനോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറയ്ക്കുമോ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശോ വബുകൂല സുബ്ഹാനുൽ മീൻ. شهر لو
ബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിൽ നീതിയിലും സൽപ്രവൃത്തിയിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ സാഹികളുമായിരിക്കുന്ന ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് നമ്മുടെ വിശുദ്ധാക്കന്മാരും നാം പ്രാപിച്ചിട്ടുള്ളവരും ബഹുമാന്യരായ വൃദ്ധന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. വാത്സല്യ മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവന്റെ മേശയുടെയും സ്ലീബായുടെയും എടുപ്പുള്ള എവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന് മുമ്പാകെ നിൽക്കുന്ന പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ സന്നിധിയിലല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ നിങ്ങളെ ഞങ്ങൾ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങൾക്ക് മധ്യേ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. പ്രമാണവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്നതായ സാഹത്തിൽ ഞങ്ങൾ അകന്നവരായിരിക്കും. പട്ടക്കാലിലും ശമാശന്മാരും വിശ്വാസികളായ ജനത്തിന് മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. ബാറഖ്മോർ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യമർത്തുമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറഖ്മോർ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാവുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവനോടും വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാവുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയോ കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സ്ഥലത്തിനെയും സൃഷ്ടാവായ സദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ ഉദരണം സർവലോകവും പിതാവിനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്റെ ആസനവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവശപ്രാരസ്വരത്തിൽ നൽകിയ പരിശുദ്ധരൂഹായെന്നും ദൈവമാവായ വിഷ്ണുവിനെ പറയാമെന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണൻ തിരക്കപ്പെട്ട് കൃഷ്ണനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസത്തിനേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനൊരുത്തുമാതിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും ന്യായവിധിപ്പാൻ തന്റെ വലിമൊത്തത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുശേഖർത്താവിന് ഞങ്ങൾ സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിന് ഓർപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ പാപമോചനത്തിന് മാമോദീസെന്ന് മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെയും പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറഖ്മോസ് കാനോസ് ബിസ്മിൽ കോശുകോമാ സാലേലുയ്യാ യോഹാലേ ലോയ്യാ മാലക് സോമേനി അമീനോ ദുവിയാമി കുബേസാമോ ഹല്ലേലൂയ യോഹാലേ ലൂയ നസറഗമൽ പുൽശുബരേ ബാറഖ്മോ ഓലാബോലം റോമൻ റോഹോ കാദീശോ നോലം ബാദാമൽ നോലം ബിനാമി അറേബോ സവനോ ശുഭമോരോ ദനൈനി നീദോ ദനമേനെ ദേവദ്രമേ
النجوى نفرد بالإسراب سيبوسو هاليلويا شاميني باسي إلى مبارك ونعون روح روح قاديشو لم غدا والمولم والمينامي قدرون قمر سيفانو صدور والمغلير بالشبايو ويل دياكر دقرونو نسجرون بسراوسو سومن غالس كريلا يسو ولان بيه طوبى للشرير طوبى كل صدد يوم الروح مبارك ولا بولا بروب الروح قاديشو سرير سرقرا ليس لمشينو سيفينا وقيفي وفلنا مرومي مريورا قبالي واداري Happy Saman Gadishe لو ذابت سيبيوني نابر من بات المينا وهوس الشد دروسو ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചുണ്ടാക്കിയ കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയും ഞങ്ങളോട് സംബന്ധപ്പെട്ടവരാ നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുവാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാൽ നിങ്ങളുടെ മരിച്ചവരെയും പുണ്യപ്പെടുത്തിയവരാകട്ടെ. യാമത്തിനും പരിശുദ്ധവും ബലഹീനുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഭയങ്കര ഉന്നതമായ എൻ്റെ സിംഹാസനത്തിനോ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. Avoro ruho kadisho shokules ban lol minamini realizo moran srahamira Moran Israel Moranahi Malan Shbolok Moran Shbolok Savrolam Barak Mo സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രതിഫലം തരണമേ ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഈ വിവാഹ കുദാശ അനുഗ്രഹിച്ച് ആശീർവദിച്ച തുമോൺ ഭദ്രാസന അധിപൻ യുഹനൻ ഒമേലിത്യോസ് തിരുമേനിയോടും മൈലബോർ ഭദ്രാസന അധിപൻ അഭിമന്യ പിതാവായ ഐസക് മാർസത്യോസ് മെത്രാപൊലീത്ത തിരുമനസ്സിനുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഉപഹാരം വിശുദ്ധ ഗ്രന്ഥം ഇപ്പോൾ നവദമ്പതികൾക്ക് നൽകി അനുഗ്രഹിക്കുന്നു. ഈ വിവാഹ കുദാശയിൽ മുഖ്യ ആർഗ്യമിത്യം വഹിച്ച അഭിമന്യ പിതാക്കന്മാരോടും വൈദിക ബഹുമാനപ്പെട്ട വലിയച്ഛന്മാരുള്ളതായ നന്ദിയും എല്ലാ വൈദിക ശ്രേഷ്ഠമുള്ളതായ
You are my warm place. You are my mad strike, set me ablaze. I wish we could stay. Sterling Samwargis and Mrs. Anjaya Mazi's wedding reception. Marriage is not just a ceremony. It's important as it's a couple convenient commitment before God. നമ്മുടെ വധുവും വരനും വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്കവരെ നല്ലോണം സ്വാഗതം ചെയ്യണ്ടേ? യെസ്, നമുക്ക് നമ്മുടെ വധുവിനെയും വരനെയും സ്വാഗതം ചെയ്യാം. Let's welcome them with a big round of applause. നല്ലൊരു കൈ കൊടുക്കട്ടെ. Congrats, Sterling Cheran and Anjali Gigi. Yes, this is the first time ever I am introducing them before you as a Mr. and Mrs. നല്ലൊരു കൈയ്യടി കൊടുക്കുക. ായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ കൂട്ടാളിയെ കൊടുക്കണം. Yes, they got their life partner today and this is forever. ഇന്ന് ഇവരുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് അല്ലേ? So, on this lovely occasion, on the behalf of everyone gathered here, I'm welcoming you and I'm wishing you a big and wonderful life together. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റെർലിംഗ് ചേട്ടനെയും ആഞ്ജലി ചേച്ചിയും, but for the formality, I'm introducing our groom, Mr. Sterling Samwargis, is the son of Mr. C.S. Varghese and Mrs. Sterling C. Varghese. Sterling Samwargis is an electrical engineer and a postgraduate holder in MBA operation and from Mumbai University. He is a topper in this university and he is currently working in TCS Mumbai in system analyst. And our bride, Mrs. Anjala Mazi, is a psychologist who has done her masters from University of Leeds, UK, which is one of the world's top university, followed by her second masters in MBA from Swiss Business School and currently working as a GCC HR manager in Dubai-based reputed firm. Okay, നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ സ്റ്റെർലിംഗ് ചേട്ടൻ പെട്ടെന്ന് തന്നെ ചേച്ചീനെ അങ്ങ് സ്വന്തമാക്കിയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കൈയ്യടി കൊടുത്തേ. യെസ്. ഓക്കെ, ഐ ഫീൽ ദ ചേഞ്ച് ഇസ് എംപ്റ്റി. എന്തുകൊണ്ടാണെന്ന് പറയാമോ? ബിക്കോസ് അവരുടെ ഫാമിലി അവരുടെ കൂടെ ഇല്ല. അവരുടെ ഫാമിലി നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. യെസ്, വിവാഹം എന്നത് രണ്ട് പേരുടെ അല്ലല്ലോ, രണ്ട് ഫാമിലിയുടെ കൂടിച്ചേരലല്ലേ. സോ ലെറ്റ്സ് വെൽക്കം അവർ ഗ്രൂംസ് parents. His father, Mr. C.S. Varghese, is a scientist. He is presently the executive director and a member of Atomic Energy Regulatory Board of India. And his mother, Mrs. Sharon C. Varghese, is a double postgraduate holder and she is a lovely homemaker. I welcome you to the stage. നല്ലൊരു കൈയ്യടി കൊടുക്കുക. Mrs. Sharon Samwargis, who is architecture and is currently working in energy analyst in sustainable architecture. And her handsome husband, Mr. Alvin Thomas, who is a postgraduate holder in MBA operation and is working as a senior operation manager in Logenics, Mumbai. ഓക്കെ, ഇത്രയും നാളും ഇവിടെ ഫാമിലി പൂർണ്ണമാകണമെങ്കിൽ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് മതിയായിരുന്നു അല്ലേ? ബട്ട് ഇനി ഇവിടെ ഫാമിലി പൂർണ്ണമാണെന്ന് പറയണമെങ്കിൽ
നമ്മുടെ ആഞ്ചല ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സും കൂടെ വരണം. സോ ലെറ്റ്സ് വെൽക്കം അവർ ബ്രൈഡ്സ് parents, Mr. Massi Mathai, a chartered accountant by profession, who was a CFO of a reputed large construction company in UAE for 22 years and currently a partner of an international audit firm in UAE. And Mrs. Rachel Massey, a postgraduate commerce, who is a lovely homemaker. I welcome you to the stage. ഇവിടെ ഫാമിലി ഇപ്പോഴാണ് പൂർണ്ണമായത്. ആ പൂർണ്ണതയ്ക്ക്, ആ സന്തോഷത്തിന് നമ്മൾ നല്ലൊരു കയ്യടി കൊടുക്കാം. ഫാദർ ബോബി ജി വർഗീസ് വളരെയധികം ആദരവോടെ അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Wish is a voice of faith directed to God. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു എന്ന അഭിമന്യ പിതാവിന്റെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് I invite Reverend Father Eldo Varghese for opening prayer. ഒരിക്കൽ കൂടി എഴുന്നേൽക്കാം. ഈ ചടങ്ങുകൾ ആരംഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുത്, വലിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്നേക്കും നിനക്കുള്ളാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനുടെ അപേക്ഷയുള്ളണമേ. ആമീൻ. Reverend Father A.B. Stephen to give a short message to newly married couple. Please, Father. താങ്ക് യു. എത്രയും ബഹുമാനപ്പെട്ട കുടുംബാംഗം കൂടിയായ എൽദോസച്ചൻ, എത്രയും ബഹുമാനപ്പെട്ട സാംജി വർഗീസച്ചൻ, ഇന്ന് വിവാഹ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഒന്നായി തീർന്നിരിക്കുന്ന മക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഈ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ഏവരുമേ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം വിവാഹപൂർവ്വ ഒരുക്ക സെമിനാറിൽ അല്ലെങ്കിൽ പ്രീ മാരേജ് കൗൺസിലിങ്ങിൽ സ്റ്റെർലിൻ പങ്കെടുത്തത് ഞാൻ നടത്തിയൊരു ക്ലാസ്സിലാണ്, തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ക്ലാസ്സിലാണ്. ഓർക്കുന്നുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സഭ ഇപ്പോൾ ഒരു ക്ലാസ് കൊടുത്തിട്ട് അവരെ അതിന് പ്രിപ്പയർ ചെയ്തിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവരെ അനുഗ്രഹിച്ചയക്കുന്നത്. അതിൻ്റെ കാരണം പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്തതും ഇന്ന് വളരെയേറെ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു വേർഡാണ് ഡിവോഴ്സ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൂടെ വേഗം അറിയുന്നത് വിവാഹം കഴിഞ്ഞ് 6 മണിക്കൂർ വീട്ടിൽ ചെന്ന് 2 മണിക്കൂറിന് ശേഷം വിവാഹമോചനത്തിന് വേണ്ടി മൂവ് ചെയ്ത ദമ്പതികളുടെ വാർത്തയൊക്കെ രസകരമായിട്ട് നമ്മൾ വായിച്ചു പോകാറ്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ആ കാരണവും ഇതിലേറെ രസകരമായ കാരണങ്ങളാണ്. എന്നാൽ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ഫേസ് ചെയ്തതിനേക്കാൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ പ്രശ്നങ്ങളുടെ നടുവിലും ആ കുടുംബങ്ങൾ സർവൈവ് ചെയ്തത് ആരെങ്കിലുമൊക്കെ തോൽക്കുവാനും പരാജയപ്പെടുവാനും തയ്യാറായതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത്, ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ പരാജയപ്പെടുമ്പോഴാണ് ആ കുടുംബജീവിതം വിജയിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കൊച്ചു മക്കളുണ്ട്. നമ്മുടെ ഒപ്പം അവർ ഓടാറുണ്ട്. അവരോടുമ്പോൾ അവരെ ജയിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. അപ്പോൾ അവർ ഓടി ജയിക്കും, അവരുടെ സന്തോഷം കാണാൻ വേണ്ടി. അപ്പോൾ അവരുടെ സന്തോഷം, അവർ ജയിച്ചു എന്നുള്ള സന്തോഷമാണെങ്കിൽ, എൻ്റെ മകനെ ജയിപ്പിച്ചു എന്നുള്ള സന്തോഷം, അല്ലെങ്കിൽ മകളെ ജയിപ്പിച്ചു എന്നുള്ള സന്തോഷമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നത്. അത് നമ്മുടെ പരാജയമല്ല, പിന്നെ എന്താ, നമ്മുടെ വിജയമാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ വിജയം. ഇതുപോലെയാണ് ഒരു കുടുംബജീവിതത്തിൽ. ഹസ്ബൻഡ് വിജയിക്കുവാൻ വേണ്ടി ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുവാൻ വൈഫ് തയ്യാറാകണം. വൈഫ് ജയിക്കുവാൻ വേണ്ടി ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുവാൻ അത് ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് തയ്യാറാകുമ്പോൾ ആ കുടുംബജീവിതത്തിലാണ് ഏറ്റവും രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷിക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് പലരും ജയിക്കുവാൻ വേണ്ടിയുള്ള, വിൻ ചെയ്യുവാനുള്ള ഓട്ടത്തിൽ മറ്റൊരാളെങ്കിലും പരാജയപ്പെടുത്താം, സ്വന്തമാണെങ്കിൽ പോലും അവരെങ്കിലും പരാജയപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അത് ആരുടെയും കുറ്റമല്ല. നമ്മുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി നമ്മളെ അങ്ങനെയാണ്
കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുടുംബത്തിനകത്തുണ്ടാകേണ്ടതല്ല കോമ്പറ്റീഷൻ. അത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താവാം, മറ്റു മേഖലകളിലൊക്കെ കോമ്പറ്റീഷൻ ആവശ്യമുള്ളിടത്താകും. എന്നാൽ കുടുംബജീവിതത്തിലെ കോമ്പറ്റീഷൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനുള്ള മനസ്സുള്ള കോമ്പറ്റീഷനായിരുന്നു. അവിടെ മാത്രമേ കുടുംബജീവിതം വിജയിക്കൂ. ഇന്ന് പലപ്പോഴും നമ്മളൊരു കോൺട്രാക്റ്റ് പോലാണ് കുടുംബജീവിതത്തെ കാണുന്നത്. നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്തത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു കുടുംബജീവിതത്തിന് എത്ര ആയുസ്സുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ. കഴിഞ്ഞ നീ പ്രഗ്നൻ്റായിട്ട് ക്യാരി ചെയ്ത് 9 മാസം കഴിഞ്ഞ് പ്രസവിച്ച് ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്ത് വളർത്തണം. രണ്ടാമത്തെ കുഞ്ഞിന് ഇവനെ ഏൽപ്പിക്കണം. ഇവൻ ആ പ്രഗ്നൻസി ഏറ്റെടുത്ത് കുഞ്ഞിന് ജന്മം നൽകി ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തണം. സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ദൈവം തന്നെ സൃഷ്ടിപരമായിട്ട് പുരുഷനും സ്ത്രീക്കും ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അതിനെ മാറ്റുവാൻ നമ്മുടെ ഈ കോൺട്രാക്റ്റുകൾക്കോ നമ്മുടെ ഈ യങ് ജനറേഷൻസ് പറയുന്ന നിയമങ്ങൾക്കൊന്നും സാധിക്കത്തില്ല. അതിനെ മാറ്റാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ പുരുഷനും സ്ത്രീയും യുണീക്കാണ്. അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. ദൈവം അവർക്ക് അനുഗ്രഹിച്ച് നൽകിയുള്ള ചില ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ അത് നിറവേറ്റുവാനേ നമുക്ക് സാധിക്കത്തില്ല. അതിൻ്റെ ലിമിറ്റ്സിനെ നമ്മൾ കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും നമ്മൾ പരാജയപ്പെട്ടത്. അതുകൊണ്ട് യഥാർത്ഥമായ ഒരു കുടുംബജീവിതത്തിൽ നമ്മളിന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചാണ് ഒരു കുടുംബജീവിതം ആരംഭിച്ചത്. അവിടെ ദേവാലയത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? ഇവർ ഒന്നായി, ഇവിടെ ആങ്കർ ചെയ്ത കുട്ടി പറഞ്ഞതുപോലെ they become one flesh. അവരൊരു ശരീരമായി തീരുമെന്നല്ല. നമ്മുടെ കണ്ണുകൾക്ക് അത് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ്സ് എ മിസ്റ്ററി. നമ്മുടെ സുറിയാനി പിതാക്കന്മാരോട് ചോദിച്ചാൽ അവർ അവസാനം പറയുന്ന ഒരു വേർഡുണ്ട്, ഇറ്റ്സ് എ മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്. ആ രഹസ്യത്തിൻ്റെ അർത്ഥം നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ രഹസ്യം എപ്പോഴും രഹസ്യമാണ്. അതിനെ നമുക്ക് കീറി മുറിച്ച് നോക്കുവാനോ ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഒരു വിശുദ്ധ കുർബാന വാക്കുകൾ നിർത്തുന്നു. എല്ലാ ദമ്പതികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. നവദമ്പതികൾക്ക് ദൈവം കൂടുതലായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Further for your amazing and valuable message. Let's get started our official ceremony. നമുക്ക് ആദ്യമായിട്ട് lamp lighting ceremony ആണ് ഉള്ളത്. So lamp represents the divining light. It's a symbol of holy illumination with the spirit of truth. ദൈവം പ്രകാശമാകുന്നു. ആ പ്രകാശം ഇവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ആ പ്രകാശം പരത്തുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ I invite groom and bride to step forward and light the lamp. Let the couple receive the radiant light and can spread to the whole world. Prayer to them, and all the priests kindly have your seats. Next, we have cake cutting ceremony. So there is again something surprise for you. നിങ്ങൾക്ക് അറിയണ്ടേ എന്ത് സർപ്രൈസ് ആണ് നമ്മൾ വധുവരന്മാർക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന്? ആരെങ്കിലും ഒരു കയ്യടി കൊടുക്കുക. Let's start the fire confetti with a beautiful background music. I invite bride and groom to cut the cake. പ്രിയേ,
എനിക്കുള്ളതെല്ലാം നിന്റേതും നിനക്കുള്ളതെല്ലാം എൻ്റേതും എന്ന പങ്കുവെക്കലിൻ്റെ തിരുവചനം ഓർത്തുകൊണ്ട് കേക്ക് ഷെയർ ചെയ്യുന്നു. I also invite all the family members. സ്റ്റെർലിൻ ചേട്ടൻ ആഞ്ജലി ചേച്ചിക്ക് കേക്ക് ഷെയർ ചെയ്യുന്നു. സ്റ്റെർലിൻ ചേട്ടൻ ആഞ്ജലി ചേച്ചിയുടെ ഫാമിലിക്ക് കേക്ക് ഷെയർ ചെയ്യുന്നു. ചേച്ചിയുടെ സ്നേഹം മുഴുവനും എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇവരുടെ സ്നേഹം എപ്പോഴും ഇതുപോലെ തന്നെ തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെയറിംഗ് ഇസ് കെയറിംഗ് അല്ലേ? ആ ഒരു തീമാണ് നമ്മൾക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഷെയർ ചെയ്യണം. Let's welcome bride's lovely sister, Miss Anchita Massey, to share something. So I would like to wish my hearty congratulations to both of you on your special day. I was asked to talk about you actually, and I have a lot to say, but on your special day, I just want to say some things that I always wanted to say, but I never told you. And it is about how good friends we are, the fact that growing up with you is one of the most amazing experiences I've ever had, and you're my best friend forever. And what I'm going to miss the most is the silly fights we used to have, and what I'm going to feel jealous is about the fact that you're one more person to be positive about other than me. And our love for you is unconditional, and no matter what happens, you'll always have it. That was so cute. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അതെ. ഒരു സഹോദരിയെ കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് വഴക്കുണ്ടാക്കാം. ഇറ്റ്സ് എ പാർട്ട്ണർ ഇൻ ക്രൈം അല്ലേ? സഹോദരി എന്ന് പറയുന്നത് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ദൈവം തന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് I invite groom's brother-in-law, Alvin Thomas, to share something about the groom and bride. So with the sister, brother-in-law comes in for free. So I will start with my speech. Right. So I would like to first of all, I would like to thank everyone for joining this reception. It has been tough times, I know. But thank you for showering the blessings on the couple and joining us on this occasion. Talking about Sinju, we call him Sinju by the way. That's his name, as a pet name. So that's what we call him. And talking about Sinju, he has been a gem of a person and great to have as a brother-in-law like him. He is every parent's favorite. Even my mom loves him more than me. So he is so well behaved and well mannered at all the times. Since the time I have known him, we have a common interest. So whenever I go to my in-laws' house, so our common interest is playing badminton all the time. Like we just wait for either the morning or the sunset. The only thing we think about is playing badminton, and we just enjoy that spell. He has always been helpful, and we have had many philosophical discussions in general about life. So before marriage also, I also gave him tips. I hope that would help him. So he's a gem of a person, right? We had many discussions also like that. So that's one memory that I can remember of him. We also have so many similarities from having the same face cut. So we usually hear people saying that we have the same face cut, and people feel hard to recognize who is Alvin and who is Sterling, right? So that is one thing. Two, our post-graduation degrees. We both have same post-graduation degrees as well in MBA operations. Angela, you are a perfect and sensible bride for him, so take care of him. Also, Angela, you are very lucky to have a God-loving person like Sterling. Wishing you both a happy married life. Thank you. That was so cute. ഈ ഒരു സമയത്താണ് നമ്മളുടെ
ഒരാളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ചെലവഴിച്ച സമയങ്ങൾ എല്ലാം ഷെയർ ചെയ്യാൻ കിട്ടിയ സമയമാണ്. അതെല്ലാം ഓൾവിൻ ചേട്ടൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഗ്രൂം സിസ്റ്റർ മിസ്സസ് ഷാരൻ സാം വർഗീസ്. Afternoon to everyone. Thank you all so much for coming and attending my brother's wedding and the reception right now. So I do love my brother, who is annoying at times. I hope you know that. And I'm so happy today to be able to congratulate Rajashan and his beautiful wife Anju, whom we always call her Anju. Her actual name is Angela. The first time I met Anju, I was absolutely sure that she is the right person for my brother. Instantly we became friends and our families bonded together smoothly by God's grace. Thanks to the Almighty. When I told Rajashan our plans of giving a surprise speech for him by the siblings about the bride and the groom, he sort of freaked out as he thought I may talk about how he always used to tease me and make me mad, and the worst part about how he loves to annoy me. But I'm not going to do that because we have our entire lives. Anju, I have the entire life with you to tease him and do whatever you want. So let me not bore you with a long speech right now. I just want my favorite couple to know that I'm really proud of you both, and God bless you guys. ബ്രദർ ആൻഡ് സിസ്റ്ററിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. എന്താണ് നമുക്ക് ആ റിലേഷൻഷിപ്പിനെ പറ്റി പറയേണ്ടത്? എപ്പോഴും അടിയിടുമെങ്കിലും എല്ലാത്തിനും ബ്രദർ ഒരു സിസ്റ്റർ എന്നും താങ്ങാണ്. അത് ഒരു ലൈഫിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു സിസ്റ്ററും ബ്രദറും ഉള്ളത് എന്നുള്ളത്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യു. ഓക്കെ, ഇനി ഞാനിവിടെ പച്ച ഡ്രസ്സ് കുറേ മേക്കപ്പും ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് ആണ്. സോ ഐ വെൽക്കം മിസ്റ്റർ സ്റ്റർലിംഗ് സാം വർഗീസ് ടു ഷെയർ സംതിങ് അബൌട്ട് യുവർ സ്പെഷ്യൽ ഡേ. To stand in front of you all, and I thank you all for making this wonderful occasion in spite of this pandemic striking us very badly. I've been bestowed with the responsibility of speaking a few words. So first I will tell about my family, a few words. They are my lifeline, and I thank my dad and mom for imbibing in me all their good qualities. About my sister, Minu, she is a fantastic soul who is married to a gentleman, Alvin. She and my brother-in-law, Alvin, manage the majority of the arrangements for the event, both trivial as well as non-trivial things. To say about Anju and her family, Anju, she is a beautiful, sensible and a good soul. I would like to thank Papa Mummy for accepting me as a son-in-law. Thank you for the love and affection, Papa Mummy. To say about Achu, I got a second sister in the form of Achu. She is a sensible little sister of mine. I thank God for the blessings He has showered on us and request each and every one of you present here to please remember our families in your prayers. I would like to conclude by thanking again all of you gathered here who have taken the pain to come over and have shown their affection by coming out to bless us. Thank you so much. ചേച്ചിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം. I haven't prepared a long speech or anything. I just first want to thank each one of you for your presence here. Being surrounded by your presence and blessings has made this day really beautiful for both of us. First of all, I would like to thank Mummy and Daddy and Mummy for accepting me as your daughter, and Alvin and Sharon for being such wonderful siblings throughout our journey, and most importantly, my parents who taught me and my sister what actually is a happy married life. Thank you. And my sister, who is my best friend and always will be my best friend. And how can I forget my husband, Sterling, who has been really caring, compassionate and patient throughout this journey. And my friends also, thank you, Ashita, Charles and Manoj, for coming all the way from Dubai. And above all, I thank the Almighty for His blessings. Thank you. So that എനിക്കൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവരോട് ചോദിക്കാനായിട്ട്. എന്താണ് ആഞ്ചല ചേച്ചിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? ഒന്നുമല്ല, actually I can say three. She's very sensible, she's caring, and her family first attitude. ഞാൻ പറഞ്ഞില്ലേ, she is so cute and she can influence people very easily. ആഞ്ചല ചേച്ചിക്ക് എന്താണ് ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ? He's really patient. He's been really patient throughout and extremely caring also.
യെസ്, പേഷ്യൻ്റ് ആണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെല്ലാം പേഷ്യൻ്റ് ആണ് നമുക്ക് ആവശ്യം. സോ എന്നും ഇതുപോലെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ ഹാവ് സംതിങ് ടു സേ. വലിയ ഇണക്കങ്ങളും ചെറിയ പിണക്കങ്ങളും നിറയെ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ദുഃഖങ്ങളുമായി സംഭവ ബഹുലമാകട്ടെ ഇവിടെ ജീവിതം എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പാറയ്ക്കുമോ ദൈവന്റെ കൃപയിലെ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനായിട്ടും നീ ഞങ്ങൾക്ക് തരുള്ള ആഹാരത്തെ നിന്റെ മനോർത്തോടത്തിനെ ശ്രദ്ധിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ആഹാരത്തിന് ശേഷം അവരവര് സ്വയം പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാവുന്നതാണ്.